ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വാട്സാപ്പിൻ്റെ പുതിയൊരു ഫീച്ചറിനെ പറ്റിയാണ്. ഈ ഒരു ഫീച്ചർ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടില്ല, പക്ഷേ അത് ഈ അടുത്ത് അവൈലബിൾ ആവും. ഇപ്പം ഇറങ്ങിയിരിക്കുന്നത് ബീറ്റ വേർഷനിലാണ്, അതായത് ടെസ്റ്റിംഗ് സ്റ്റേജിലാണ് ഉള്ളത്. പബ്ലിക്കിനെ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു സ്റ്റേജിലാണ്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബീറ്റ വേർഷൻ ഓഫ് വാട്സാപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിലേ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിൻ്റെ തൊട്ടടുത്ത്, അതായത് സെറ്റിങ്സിൽ നമ്മളെ പ്രൊഫൈലിൻ്റെ തൊട്ടടുത്ത് ഒരു QR ഓപ്ഷൻ ഉണ്ടാവും. ആ QR ഓപ്ഷൻ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു QR ജനറേറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു QR സ്കാൻ ചെയ്യാനും പറ്റും. ഓക്കെ, ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഈസി ആയിട്ട് വാട്സാപ്പിൽ നമുക്ക് ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാൻ പറ്റും. അതായത് അവരുടെ കോൺടാക്റ്റ് നമുക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ഇതാ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും വാച്ച് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ വാട്സാപ്പ് എടുക്കുകയാണ്. വാട്സാപ്പിൻ്റെ സെറ്റിംഗ് ആണിത്. ഓക്കെ, സെറ്റിങ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അൺയൂഷ്വൽ ആയിട്ടൊരു സാധനം. ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഫോൺ നമ്പറും എൻ്റെ എന്താ പറയുക, എനിക്കിപ്പം വാട്സാപ്പ് തന്നിരിക്കുന്ന പുതിയ QR കോഡാണ്. ഈ ഒരു QR കോഡ് എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സിന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്പറൊന്നും സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം വാട്സാപ്പ് ഡയറക്റ്റായിട്ട് ഫ്രണ്ട്സ് ആകാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് വാട്സാപ്പ് നമ്പർ ഷെയർ ചെയ്യാം. അതായത് ഇപ്പം ഈ പണ്ടത്തെ പോലെ ഡയൽ പാഡ് എടുത്ത് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്തതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിന് പകരം ഡയറക്റ്റായിട്ട് നമുക്കിപ്പോൾ ഈ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാൻ പറ്റും. ഇത് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇത് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ കോൺടാക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫീച്ചർ ഇപ്പോൾ ബീറ്റ വേർഷനിൽ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഈ വൈകാതെ തന്നെ വാട്സാപ്പ് ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും അത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിച്ചേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.